ലോകത്തിലെ ഏറ്റവും മികച്ച അത്ലറ്റ് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ, ക്രിസ്ത്യാനോ റൊണാൾഡോ. ഗ്രൗണ്ടിൽ ഒരു പുള്ളിപ്പുലിയുടെ വേഗത്തിൽ കുതിച്ചു പാഞ്ഞ, വായുവിൽ ഉയർന്നു പൊങ്ങി വണ്ടർ ഗോളുകൾ നേടുന്ന CR7. എന്നാൽ ഈ സിംഹാസനത്തിലേക്ക് അയാൾ നടന്നു കയറിയത് ഭൂമിത്തയിലൂടെ ആയിരുന്നില്ല, കനൽ വഴികളിലൂടെയായിരുന്നു. വിശപ്പടക്കാൻ മക്ഡൊണാൾഡ്സ് കടയുടെ പിൻവാതിലിൽ ചെന്ന് ബാക്കി വരുന്ന ബർഗറിനായി കൈനീട്ടിയ ഒരു ഭൂതകാലം അവനുണ്ടായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആ കൗമാരകാലം യഥാർത്ഥത്തിൽ ഒരു സിനിമയെ വെല്ലുന്ന പോരാട്ടമായിരുന്നു. 15-ാമത്തെ വയസ്സിൽ സ്പോർട്ടിംഗ് ലിസ്ബണിന്റെ അക്കാദമിയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിയുന്നത്. ഹൃദയമിടിപ്പ് അസാധാരണമായി കൂടുന്ന രോഗത്തിന് അടിമയാണ് റൊണാൾഡോ. ഫുട്ബോൾ കളി തുടർന്നാൽ മൈതാനത്ത് വെച്ച ഹൃദയം എന്നേക്കുമായി നിലച്ചു പോയേക്കാം. കളി നിർത്തുകയല്ലാതെ മറ്റ് വഴികളില്ലെന്നായിരുന്നു ഡോക്ടറുടെ അഭിപ്രായം. സർജറി തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതിന് തൊട്ടു മുൻപ് കണ്ണീരൊഴുക്കുന്ന അമ്മയുടെ കൈകൾ അവൻ മുറുകെ പിടിച്ചു. അമ്മേ, കരയരുത്, എന്റെ നെഞ്ചിടിപ്പ് നിലയ്ക്കില്ല, ഞാൻ ഗ്രൗണ്ടിലേക്ക് തന്നെ തിരികെ വരും, നോക്കിക്കോ.